Hi dears, it's me, MS Solutions. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ് എൻ്റെ പ്രിയപ്പെട്ട +1 ട്രയൽ അലോട്ട്മെൻറ്റ് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളെ, നിങ്ങളിലേക്ക് വളരെ ആശ്വാസകരമായിട്ടുള്ളൊരു സന്തോഷ വാർത്ത അറിയിക്കട്ടെയോ. പല കുട്ടികൾക്കും നമ്മുടെ ആപ്ലിക്കേഷന് അപ്ലൈ ചെയ്ത സമയത്ത് ചില തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് തെറ്റുകളില്ല, പക്ഷെ ഒരു കുട്ടിയുടെ ഒരു തെറ്റ് അത് നിങ്ങളുടെ അഡ്മിഷൻ വരെ പുറത്താക്കുന്ന അവസ്ഥയിലേക്കുള്ള തെറ്റായിരിക്കും. ഫോർ എക്സാമ്പിൾ, JRC ഇല്ലാത്ത ഒരാൾ കൊണ്ടുപോയിട്ട് റെഡ് ക്രോസിന് ടിക്കറ്റു, ക്ലബ്ബ് സർട്ടിഫിക്കറ്റ് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ടിക്കറ്റവരുണ്ട്. എന്നാൽ കിട്ടിയത് സയൻസും മാത്സും ആണ്, ടിക്കറ്റത് സോഷ്യൽ സയൻസും IT ആണ്. ഓക്കെ, അപ്പോൾ തെറ്റായ വിവരങ്ങൾ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളെ അഡ്മിഷൻ സമയത്ത് പുറത്താക്കുമല്ലോ. അതുകൊണ്ട് തെറ്റിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഫൈനൽ കൺഫർമേഷന് മുമ്പേ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഒരിക്കൽ കൂടി ചെക്ക് ചെയ്യാനുണ്ടായിരുന്ന ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ ചെക്ക് ചെയ്തിട്ടും ഫൈനൽ കൺഫർമേഷൻ കൊടുത്തതിന് ശേഷം വന്ന പ്രിൻ്റ് ഔട്ട് നോക്കിയപ്പോഴാണ് ചില തെറ്റുകൾ നിങ്ങൾ കണ്ടത്. ആ തെറ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു നിങ്ങളുടെ പേര്. നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റിലുള്ള പേര് ഓട്ടോമാറ്റിക്കലി വരുമായിരുന്നു. എന്നാൽ ഈ വർഷം യൂസർ നെയിം എന്താണോ നിങ്ങൾ കൊടുത്തത്, മീൻസ് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറിൽ കഴിഞ്ഞ് പേര് കൊടുക്കുന്ന സമയത്ത് ആ പേര് നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് ആ പേരായിരുന്നു വരുന്നത്. കഴിഞ്ഞ വർഷം അങ്ങനെയല്ല, രജിസ്റ്റർ നമ്പർ കൊടുക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും, പേരും കാര്യങ്ങളൊക്കെ വരുമായിരുന്നു. സോ ഈ വർഷത്തെ HSCAPൻ്റെ വെബ്സൈറ്റിൽ വന്നിരിക്കുന്ന ചില മിസ്റ്റേക്കുകൾ അവർ തന്നെ സ്വയം റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ട്രയൽ അലോട്ട്മെൻറ്റിന് കാൻഡിഡേറ്റ് ലോഗിൻ്റെ ഉള്ളിൽ കയറുന്നതിന് മുമ്പേ നിങ്ങൾ കൊടുത്ത രജിസ്റ്റർ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ നിങ്ങളുടെ പേര്, ഇതൊക്കെ എഡിറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൂടി ട്രയൽ അലോട്ട്മെൻറ്റിലേക്ക് റെഡിയാക്കുന്നുണ്ട് എന്നാണ് ഹെൽപ്പ് ഡെസ്ക് അറിയിച്ചിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് തോന്നും ഈ വീഡിയോ കാണുന്നവർക്ക് ഇതിപ്പോൾ എന്താണ് സാർ, എനിക്കൊന്നും തെറ്റ് പറ്റിയിട്ടില്ല, ഇതിപ്പോൾ എന്തൊരു ആശ്വാസ വാർത്തയാണ്. ഇത് തെറ്റിയവർക്ക് ആശ്വാസകരമാണ്, തെറ്റിയവർക്ക് സന്തോഷകരമാണ്. കാരണം ഒരു പേരിൻ്റെ ഒരു ലെറ്റർ മാറുമ്പോൾ പോലും അതിനുള്ള തെളിവ് നമ്മുടെ കയ്യിലില്ല. ഓക്കെ, ഇപ്പോൾ ഷുഹൈബ് K എന്നുള്ളതിന് പകരം ഞാൻ ഷുഹൈബ് C എന്നടിച്ചാൽ എൻ്റെ ആധാർ കാർഡിൽ ഷുഹൈബ് C അല്ല, ഷുഹൈബ് K ആണ്. SSLC ഷുഹൈബ് K ആണ്. അപ്പോൾ എന്തായാലും എന്ത് ചെയ്യും, ആൾമാറാട്ടമായി. അതുകൊണ്ട് അഡ്മിഷൻ കിട്ടില്ല, തെറ്റായ വിവരങ്ങൾ രേഖപ്പെടുത്തിയല്ലോ. വലിയ പ്രയാസങ്ങളാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ വരുമ്പോൾ കേട്ടോ. അതുകൊണ്ട് കാൻഡിഡേറ്റ് ലോഗിൻ്റെ ഉള്ളിലുള്ള എഡിറ്റിംഗ് മാത്രമല്ല, പുറത്തുള്ള എഡിറ്റിങ്ങുകൾ കൂടി ക്ലിയർ ആക്കുന്ന തരത്തിലായിരിക്കും ഹെൽപ്പ് ഡെസ്ക് എന്ത് വിടുന്നത്, നിങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ എഡിറ്റ് ചെയ്യാനുള്ള ലിങ്ക് പുറത്തേക്ക് വിടുന്നത്. അതൊരു ആശ്വാസകരമായുള്ളൊരു കാര്യമാണ്. രണ്ടാമത്തെ ഒരു ആശ്വാസം അല്ലെങ്കിൽ സന്തോഷകരമായുള്ളൊരു കാര്യം എന്ന് പറയുന്നത് MS സൊല്യൂഷൻസിൻ്റെ +1 പുസ്തകം പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. വളരെ ഫ്രഷ് ആയിട്ടുള്ള മാർച്ച് 2025 +1 എക്സാം ഹാളിൽ നിന്ന് കുട്ടികൾ ടെൻഷൻ അടിച്ച് എഴുതിയ ചോദ്യങ്ങളടക്കം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കൃത്യമായ പക്ക MS സൊല്യൂഷൻസിൻ്റെ മോഡൽ ബുക്കാണ് നിലവിൽ സ്റ്റോക്ക് അവൈലബിൾ ആയിരിക്കുന്നത്. വെറും 1450 രൂപയുള്ളൂ. സർ, ഈ ബുക്ക് ഞങ്ങൾക്ക് ഫ്രീ ആണോ? യെസ്, ഫ്രീ ആണ്. അതാണ് മറ്റൊരു സന്തോഷകരമായുള്ളൊരു കാര്യം. ആർക്കാ ഫ്രീ എന്നറിയോ? MS സൊല്യൂഷൻസിൻ്റെ ന്യൂട്ടൺ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് ഈ ബുക്ക് ഫ്രീ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക കേട്ടോ. GST അടക്കം ബുക്ക് അവർക്ക് ഫ്രീ ആക്കി കൊടുക്കുകയാണ് MS സൊല്യൂഷൻസിൻ്റെ ന്യൂട്ടൺ ബാച്ച്. അതിനേക്കാൾ അപ്പുറത്തുള്ളൊരു സന്തോഷകരമായുള്ളൊരു വാർത്ത എനിക്ക് പേഴ്സണലി ഉള്ളത്, ഈ ബാച്ചിൽ 200 കുട്ടികൾക്ക് എന്തുള്ളൂ, അഡ്മിഷൻ ഉള്ളൂ. 200 കുട്ടികൾ പഠിച്ചാൽ മതി ഈ ന്യൂട്ടൺ ബാച്ചിൻ്റെ ആദ്യത്തെ ബാച്ചിൽ. അതിൽ 150 സ്റ്റുഡൻസ് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പേ പൂർണ്ണമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സന്തോഷകരമായുള്ളൊരു വാർത്തയും കൂടി നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് ന്യൂട്ടൺ ബാച്ചിൻ്റെ ഫീച്ചേഴ്സ് ഇവിടെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ, ഇനി അതല്ല നിങ്ങൾക്ക് റിഡോക്സ് ബാച്ച് 2000 രൂപയുടെ റിഡോക്സ് ബാച്ചിൽ ജോയിൻ ചെയ്യാനാണെങ്കിലും ശരി, സീറ്റ് അവൈലബിൾ ആണ്. കോൺടാക്റ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇനി അതല്ല, നമ്പർ കാണാത്തവരുണ്ടാവും, ചെറിയ കണ്ണാണെങ്കിലും വലിയ നോട്ടങ്ങളല്ലേ, നോക്കിക്കോ. 70 12 67 00 55 ഈ ഒരു മൊബൈൽ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഇനി അഥവാ നിങ്ങൾക്ക് ബൾക്കായിട്ട് മെസ്സേജുകൾ വരുമ്പോൾ ചിലപ്പോൾ റിപ്ലൈ തരാൻ കുറച്ച് നേരം വൈകിന്നൊക്കെ വരാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 80 75 12 50 31 എന്നീ പറയുന്ന മൊബൈൽ നമ്പറിലേക്കും നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം അല്ലെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. MS സൊല്യൂഷൻസിൻ്റെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ അല്ലെങ്കിൽ MS സൊല്യൂഷൻസിൻ്റെ ഷുവർ A+ ബുക്ക് ലഭിക്കാനും നിങ്ങൾക്ക് കേട്ടോ. ഷുവർ A+ ബുക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്പറിൽ മാറ്റമുണ്ട് കേട്ടോ.
73 56 16 54 71 ഈ നമ്പറിലാണ് ഇപ്പം ബുക്ക് അവൈലബിൾ ആവുക. ഓക്കെ, സോ ട്രയൽ അലോട്ട്മെൻറ്റ് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവർ ആഗ്രഹിക്കുന്ന അഡ്മിഷൻ ലഭിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. അഡ്മിഷൻ എടുക്കാൻ കഴിയില്ല കേട്ടോ. ട്രയൽ അലോട്ട്മെൻറ്റ് വെറൊരു ട്രയലാണ്. നിങ്ങൾക്കൊരു സ്കൂളിൽ കിട്ടിയാലും ആ സ്കൂളിൽ പോയി അഡ്മിഷൻ എടുക്കാൻ കഴിയില്ല. അതൊരു ട്രയൽ മാത്രമാണെന്ന് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ മനസ്സിലാക്കണം. ഇനി ട്രയൽ അലോട്ട്മെൻറ്റ് എന്താണ്, എങ്ങനെയാണ്, ഇതുകൊണ്ട് എന്താണ് നമുക്ക് ലാഭം അല്ലെങ്കിൽ നേട്ടം, ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് തൊട്ടടുത്ത വീഡിയോയിൽ പറഞ്ഞു തരും. കൃത്യമായിട്ട് കാണാൻ മറക്കല്ലേ. വീണ്ടും കാണാം. ഇറ്റ്സ് മീ എം എസ് സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.